എനിക്ക് കുറെ സ്റ്റെപ്പുകൾ അറിയാം. ഏത് പാട്ട് വന്നാലും എന്റെ സ്റ്റെപ്പുകൾ ഡാൻസ് ഡയറക്ടേഴ്സിന് അറിയില്ല, ഡാൻസ് ഡയറക്ടേഴ്സിന്റെ സ്റ്റെപ്പുകൾ എനിക്കും അറിയാം. രണ്ട് കണ്ണിൽ ഏത് കണ്ണാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അത് ലെഫ്റ്റ് ഐയാണ് കൂടുതൽ. പക്ഷെ ഞാൻ റൈറ്റ് ഐയാണ് കൂടുതൽ യൂസ് ചെയ്തത് എന്നൊരു മറുപടി ആരെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ ഇതുവരെ കേട്ടു. മാത്യുവിനെ ഇന്റർവ്യൂ ചെയ്തു, നസ്ലിനെ ഇന്റർവ്യൂ ചെയ്തു. ഇതിൽ രണ്ടില്ല ഏതാണ് കൂടുതൽ ഇഷ്ടം? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ലെഫ്റ്റേയും റൈറ്റേയും എനിക്ക് ഒരുപോലെ ചോദ്യം ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. ഉത്തരം നേരെ കേൾക്കുക എന്നുള്ളതല്ല. മാത്യു ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? മാത്യു ഈ ഷർട്ട് എവിടുന്ന എടുത്തത്? കൊള്ളാം കേട്ടോ. ചേട്ടാ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ജഗദീഷ് ചേട്ടനൊക്കെ ജോലി ചെയ്തോണ്ടിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജോലി ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്ന കാലഘട്ടം അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണ് ജഗദീഷ് ചേട്ടൻ മാനേജ് ചെയ്തത്? അല്ല, അവിടെ തീർച്ചയായിട്ടും എന്റെ വൈഫിന്റെ സപ്പോർട്ട് തന്നെയാണ്. ചിലപ്പം അത് കരിയർ ക്ലിക്ക് ആവുന്നില്ല എങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ പോയേക്കാം. അപ്പോൾ വൈഫ് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സാരമില്ല, എന്റെ വരുമാനം ഉണ്ടല്ലോ, നമുക്ക് ചേട്ടൻ റിസ്ക് എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ഇതിൽ ഏത് ഒരു ജോണറിൽ വർക്ക് ചെയ്യാനാണ് ചേട്ടൻ എളുപ്പം? ഞാൻ ഒരു പടത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നത് വിവരമുള്ളവരാണോ കൂടെ ചുറ്റുമുള്ളതെന്ന്. ഭാഗ്യവശാൽ നല്ല പടങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ചേട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? എന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇവരോടൊക്കെ ഉപദേശം കൊടുക്കാനുള്ള മണ്ടത്തരം ഞാൻ കാണിച്ചിട്ടില്ല. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. സുഖമാണോ സുഖമാണോ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു മാത്യു, ജഗദീഷ് ചേട്ടൻ, ദേവിക ആൻഡ് ഡയറക്ടർ അരുൺ ലാൽ. വെൽക്കം ടു ദ ഷോ. അപ്പൊ ഞാൻ ആ ക്ലീശ ചോദ്യത്തിൽ തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉത്തരം പറയാൻ പറ്റുന്ന, ഒരേപോലെ ഉത്തരം പറയാവുന്ന ആ ഉത്തരം സുഖമാണോ? സുഖമാണ്. ജഗദീഷ് ചേട്ടാ, ഈ ജെൻസി കിഡ്സിന്റെ കൂടെ കൂടി ജഗദീഷ് ചേട്ടൻ ജെൻസി ആയോ അതോ ഇവരൊക്കെ ജഗദീഷ് ചേട്ടൻ ലെവലിലേക്ക് ഉയർന്നോ? ഞാൻ അവരുടെ ലെവലിൽ പിടിച്ചു നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതെ, നിങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സുകളിലേക്ക് നോക്കൂ, ജഗദീഷേട്ടന്റെ ഡ്രസ്സിലേക്ക് നോക്കൂ. ഇത് ആരാ ചേട്ടാ ഇതൊക്കെ ഡിസൈൻ ചെയ്തിരുന്നേ? ഇത് എന്റെ മകൾ എടുത്തു തന്നാണ്. മകൾ എടുത്തു തന്നാണ്. അപ്പൊ മകൾക്ക് താല്പര്യമുണ്ട്, അച്ഛൻ ചെറുപ്പമായിരിക്കും, ജെൻസി കിഡ്സിന്റെ കൂടെ പിടിച്ചു നിൽക്കണം അച്ഛൻ. അല്ലെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജെൻസി കിഡ്സിന്റെ കൂടെ അതിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കുന്നതാണ് ജഗദീഷേട്ടൻ. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു, ഞാൻ ഞെട്ടിപ്പോയി. ജഗദീഷേട്ടന്റെ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ കണ്ടിട്ട്. നിങ്ങൾ ആ റീല് കണ്ടായിരുന്നോ? കണ്ടല്ലേ? ഏത് പരിപാടിയാണെങ്കിലും ഏത് പാട്ടാണെങ്കിലും ചേട്ടൻ ആ സ്റ്റെപ്പ് എല്ലാ പാട്ടിലേക്കും എത്തിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ അറിഞ്ഞു. അതെങ്ങനെ ചേട്ടാ? എനിക്ക് കുറെ സ്റ്റെപ്പുകൾ അറിയാം. ഈ സ്റ്റെപ്പുകൾ ഏത് പാട്ട് വന്നാലും കുറെ സ്റ്റെപ്പുകൾ, ഇനി കുറച്ച് സ്റ്റെപ്പുകൾ അറിയാം. അത് മുഴുവൻ നല്ല ഇട്ടിട്ടില്ല. എന്റെ സ്റ്റെപ്പുകൾ ഡാൻസ് ഡയറക്ടേഴ്സിന് അറിയില്ല, ഡാൻസ് ഡയറക്ടേഴ്സിന്റെ സ്റ്റെപ്പുകൾ എനിക്കും അറിയാം. അപ്പൊ പിന്നെ വളരെ എളുപ്പമായില്ല. അല്ല, അതെങ്ങനെയാണ്? ഇപ്പൊ ചേട്ടനോട് ഞാൻ പറയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ആ സ്റ്റെപ്പിന്റെ ഒരു കഷ്ണം കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ കാണിച്ചു തരും? അല്ല, ഏത് പാട്ടിനനുസരിച്ച് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഏത് പാട്ടിന് ഇപ്പം നമുക്ക് മൂവ്മെന്റ് കൊടുക്കാന്നുള്ളത്. ഈ സാധനമാണ് ചേട്ടൻ എല്ലാത്തിലും. അല്ലെ മുകളിലോട്ട് ചേട്ടാ, ചേട്ടന് കാര്യം അറിയോ? ഞാൻ ഈ മാത്യുവിന്റെ ഒക്കെ എത്ര ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പൊ തിരിക്കുന്ന ദേവികയുടെ എത്ര ഇന്റർവ്യൂ എടുക്കുന്നത്. ഇവരോടൊക്കെ ഒരു സ്റ്റെപ്പ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും അവർക്കറിയാം, എന്നിട്ട് അത് അവിടെയാണ് ജഗദീഷേട്ടൻ ഇത്രമാത്രം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. ഇതൊക്കെ സിംബോളിക് ആണ് ദേവിക, സോറി, ഇതൊക്കെ സിംബോളിക് ആണ് വീണ. കാരണം വെച്ചാൽ ജീവിതം ഇത്രേ ഉള്ളൂ. ബേസിക്കലി ചേട്ടൻ ഭയങ്കര ഒരു ഹൈ വൈബിന്റെ ആളാണോ? അല്ല, ഞാൻ അതിന്റെ ഒരു കമ്പനി അനുസരിച്ച് പെരുമാറുന്ന ആളാണ്.
അപ്പൊ കമ്പനി നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് അവര് പാട്ട് പാടാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അവര് എന്റെ പാട്ട് ആസ്വദിക്കുന്ന ഉറപ്പുണ്ടെങ്കിലോ ഞാൻ പാടും. നേരെ മറിച്ച് എന്റെ പാട്ട് അരോചകമാണെന്ന് തോന്നുന്നവരടുത്ത് ഞാൻ പാടില്ല. സഭ അറിന്ത് പേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വള്ളുവര് പറഞ്ഞിരിക്കുന്നത്. വള്ളുവർ പറഞ്ഞ സഭ അറിന്ത് പേസ്. നമ്മൾ ഇരിക്കുന്ന ഈ ടീമിനനുസരിച്ച് ഞാൻ ഈ കാണിക്കുന്ന ഈ ഡാൻസ് ചിലപ്പോൾ മധുസാർ അപ്പുറത്തിരുന്നാൽ ഞാൻ കാണിക്കില്ല. അവിടെ ഇരുന്ന് കാണിക്കാൻ നേരത്തെ ആൾക്കാർ എന്നെ പറയും ഇയാൾക്ക് വല്ല സെൻസും, മധുസാറിനെ പോലെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇരുന്ന ആൾ ഇയാൾ കോപ്പറേറ്റ് മാത്യു ഇരിക്കുമ്പോൾ നമുക്ക് കാണിക്കാം, ഫ്രീഡം ഉണ്ട്. അപ്പൊ ആ സഭ അനുസരിച്ച് നമ്മുടെ സെറ്റിന്റെ ഗൗരവം അനുസരിച്ച് സെറ്റിന്റെ നമ്മൾ ഒരു കാരണവശാലും ആ സീനിനെ നമ്മൾ ഇടയ്ക്ക് നടക്കുള്ള സംസാരം പോലും ആ സീനിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ള സീരിയസ്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സീനിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിലാക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതാണ് പറഞ്ഞത്, എല്ലാത്തിനും നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. കോമൺ സെൻസ്, എവിടെ നമ്മൾ എങ്ങനെ പെരുമാറണം, എവിടെ നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, അറിവിനേക്കാളും കൂടുതൽ വേണ്ടത് തിരിച്ചറിവാണ്. ഈ ഫെബ്രുവരി 13 വാലന്റൈൻസ് ഡേയുടെ തൊട്ട് തലേ ദിവസമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഫൈൻഡ് യുവർ ട്രൂ ലവ് എന്ന് ആയതുകൊണ്ടും നിങ്ങൾ ആരും ഇതുവരെ അതിനെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ലവ് എന്ന് പറയുന്നത് നമ്മളൊരു പാർട്ട്ണറിന് മാത്രമല്ലല്ലോ. ഫെബ്രുവരി 13 വാലന്റൈൻസ് ഡേ ലവ് പാർട്ട്ണർ അല്ലേ? അല്ല, സെലിബ്രേഷൻ ഓഫ് ലവ്. ഫെബ്രുവരി 14. രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്യണ്ട. ഫൈൻഡ് യുവർ ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് യുവർ പാർട്ട്ണർ എന്നല്ല. ഈ ജഗദീഷ് സെറ്റിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാറായിരുന്നോ അതോ സ്നേഹ വാത്സല്യങ്ങളുള്ള ഒരു അച്ഛനായിരുന്നോ ദേവിക? ഈ നമ്മൾ ചെറുതാവുമ്പോൾ മുതലേ ടി വിയിൽ കാണുന്നവര് എങ്ങനെയോ നമ്മുടെ ഫാമിലി പോലെ ആവും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് തോന്നുന്നു ഇവരെ നമുക്ക് അറിയാം ജീവിതത്തില്, ഞാനും ഇവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, നമുക്ക് അറിയാം ജീവിതത്തില്. അതേ സെയിം ഫീലിംഗ് ആണ്. ഈ ജെൻസി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജഗദീഷ് ചേട്ടൻ ഒരു പാട്ട് പാടി കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പാട്ട് ഏതാണ്? മഞ്ഞുകൂട്ടികൾ തിന്നലാട്ടികൾ നെഞ്ചൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ, പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഖദ ശയനം, മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ. ജഗദീഷ് ചേട്ടനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളോട് ഒരു പാട്ട് പാടാമോ, ഒരു സ്റ്റെപ്പ് കളിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ദിവസം എത്ര ചോദിച്ചാലും അവർ ചെയ്യില്ല. പക്ഷെ ചേട്ടനോട് ഒറ്റ ഒരു റിക്വസ്റ്റ് മതി. അതെന്താ ചേട്ടൻ? ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ രഹസ്യം എന്താണ്? എന്നെ ഉദ്ദേശിച്ച അല്ല, നമുക്ക് ഛേദമില്ലാത്ത ഉപകാരമാണ് ഈ പറഞ്ഞ പോലെ പാട്ട്. നമ്മുടെ പാട്ടൊന്നും അങ്ങനെ വലിയ പാട്ടായിട്ടൊന്നും പരിഗണിച്ചിട്ടല്ല, ഒരു രസത്തിന് വേണ്ടിയാണ് പാടാൻ പറയുന്നതെന്ന് എനിക്കറിയാം, ഒരു രസം കാണാൻ വേണ്ടിയാണ് ഡാൻസ് കളിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ കുരങ്ങന്മാരുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല. ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടൻ ഏറ്റവും സുഖകരമായി അഭിനയിച്ച ഒരു സിനിമ ഏതാണ്? ഒരു 95% ഞാൻ എൻജോയ് ചെയ്ത് അഭിനയിച്ച സിനിമകൾ തന്നെയാണ്. അതില് അബദ്ധമായിട്ട് തോന്നിയ ചില ഒരു 5% സിനിമകളെ ഉണ്ടാവും, ബാക്കിയൊക്കെ ഞാൻ തന്നെ കമ്മിറ്റ് ചെയ്ത സിനിമകളാണ്. അപ്പൊ മോശപ്പെട്ട ചിത്രങ്ങൾ വന്നിട്ടുണ്ടാവും, പക്ഷെ അവിടെ എന്റെ പെർഫോമൻസ് എങ്കിലും മിനിമം മോശമാകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ജഗതി ചേട്ടന്റെ കാര്യം എടുത്താൽ, ജഗതി ചേട്ടന്റെ പരാജയപ്പെട്ട ചിത്രങ്ങൾ ഉണ്ടാവും, പക്ഷെ ജഗതി ചേട്ടന്റെ പരാജയപ്പെട്ട പെർഫോമൻസുകൾ ഉണ്ടാവില്ല. എന്നാൽ ഈ സുഖമാണോ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ചേട്ടൻ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച വളരെ സുഖമായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഏതാന്ന് ചോദിച്ചാൽ ഒരു സിനിമയുടെ പേര് പറയാൻ പറ്റും? അല്ല, ഒരു സിനിമ അതൊരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറയരുത്. കാരണം വെച്ചാൽ നമുക്ക് പറ്റില്ല. രണ്ട് കണ്ണിൽ ഏത് കണ്ണാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ അത് ലെഫ്റ്റ് ചെയ്യാണ് കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടം, പക്ഷെ ഞാൻ റൈറ്റ് ചെയ്യാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നൊരു മറുപടി ആരെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ ഇതുവരെ കേട്ടു. അപ്പൊ ഒരു സിനിമ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇന്റർവ്യൂ ചെയ്തതിൽ ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, അടുത്ത കാലത്ത് ഇന്റർവ്യൂ ചെയ്തതിൽ ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു? ലെഫ്റ്റേയും റൈറ്റേയും എനിക്ക് ഒരുപോലെ മാത്യു ഇന്റർവ്യൂ ചെയ്തു, നസ്ലിൻ ഇന്റർവ്യൂ ചെയ്തു, ഇതിൽ രണ്ടിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? മറുപടി പറയൂ. മറുപടി പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അതേപോലെ തന്നെ നേരെ മനോജ് കെ ജയൻ അശോകനൊക്കെ ഉണ്ടായിരുന്നല്ലോ. മനോജ് കെ ജയനും അശോകനും
അല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിന് നമ്മൾ മറുപടി പറയാൻ പാടില്ല. പലപ്പോഴും ചിലർ ചോദിക്കാറുണ്ട്, ഇതിൽ ഇന്നസെന്റിനെയാണോ ജഗതിയാണോ ഇഷ്ടം? ചോദ്യകർത്താവിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി എങ്ങനെയാണ് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുക? രണ്ടുപേരും അതുല്യ നടന്മാരാണ്. അതിലൊരാളെ ചൂസ് ചെയ്യണം, അതിലൊരാളെ തഴയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നേരെ തിരിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ചോദ്യകർത്താവിനോട് പറയും, നിങ്ങൾ ആരെയാണ് പിക്ക് ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ മറുപടി പറയാം. നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ മറുപടി പറയാം. നമ്മൾ അതൊരു എംബറാസിംഗ് സിറ്റുവേഷൻ ആണ്. അത് കറക്റ്റ് ആണ്. നമുക്ക് ഒരിക്കലും അതിനകത്ത് ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംവിധായകർ എന്താ ചിന്തിക്കുക? അത് കറക്റ്റ്. ഈ സിനിമ തന്നെ ഞാൻ പറഞ്ഞു, ഈ സിനിമയാണ് അടുത്ത കാലത്ത് ഞാൻ ചെയ്തത്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇനി ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നാൽ അല്ല, അത് പലപ്പോഴും കണ്ട് പലരും ഇരുന്ന് പരുങ്ങുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ സ്ഥാനത്ത് ഞാൻ ചിന്തിക്കുകയാണ്. അടുത്ത കാലത്ത് പല ഇന്റർവ്യൂവിൽ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടമാണ് നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഇഷ്ടം? ഉടൻ തന്നെ അത് എനിക്ക് അവരാകെപ്പാടെ വിഷമിക്കുകയാണ്. കാരണം ആ വിഷമസ്ഥിതിയിലാക്കരുത്, ഒരിക്കലും ആക്കരുത്. അടുത്ത ചോദ്യം ആരാണ്? വി ഡി സതീശനെയാണോ പിണറായി വിജയനാണോ ഇഷ്ടം? അത് എനിക്ക് ഇത്രയും ഒരു ചോദ്യകർത്താവ് ഈസി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞു. ഉത്തരം പറയുന്ന ആള് കൺഫ്യൂഷനും വല്ലാത്ത അവസ്ഥയിലും എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ചോദ്യകർത്താവിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്താന്ന് അറിയാട്ടോ, ഈ വീഡിയോയുടെ അടിയിൽ എനിക്ക് വരാൻ പോകുന്ന തെറുവിളികൾ. ഞാൻ പറഞ്ഞല്ലേ, ചോദ്യകർത്താവ് എന്ന നിലയിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നതാണ്. അതിൽ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. പക്ഷെ അതൊരു ദ്രോഹമായി മാറാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ? ഞാൻ എന്ത് പറയും? എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് നമുക്ക് രണ്ട് അതുല്യ നടന്മാരാണ്. അതിൽ ആരെങ്കിലും ഒരാളെ ഉൾക്കൊണ്ടിട്ട് മറ്റേ ആളെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഒരിക്കലും. അത് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് പറയുകയല്ല ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാൽ. എന്നാലും എന്നൊക്കെ ചോദിക്കും, എന്നാലും കുറച്ചിഷ്ടം കൂടുതൽ ആരെങ്കിലും ഒരാളെ കാണുമല്ലോ എന്നൊക്കെ ചോദിച്ചാൽ, ഇതിൽ കൂടുതൽ അവരിൽ ആർക്കാണ് ചേട്ടനോട് കൂടുതൽ താല്പര്യം? എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ചേട്ടനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ചോദ്യകർത്താക്കൾ ചോദിക്കുന്നതെല്ലാം ഇന്റർവ്യൂ രസകരമാക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഞാൻ മോശം പറയില്ല. പക്ഷെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെ പോലെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നവരുടെ വികാരം കൂടി കണക്കിലെടുക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ. എങ്കിലും ആ വികാരം കണക്കിലെടുത്തുകൊണ്ട് ദേവികയുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥ എന്താണ്? എനിക്ക് എന്തെങ്കിലും കാണാണ്ട് കഴിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് ഞാൻ വീട്ടിൽ കുറച്ച് നാളത്തേക്ക് പോവാറുള്ളൂ ഇപ്പൊ, കാരണം കോളേജൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ പോകുമ്പോ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. അമ്മയും അച്ഛനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ഭക്ഷണം പിടിച്ച് വെയിറ്റ് ചെയ്യുക, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി കഴിക്കാൻ വേണ്ടി. അതൊരു നല്ല സ്വഭാവമാണോ ചേട്ടാ? അല്ല അതെനിക്ക് അറിയാം. പക്ഷെ അത് മോശ സ്വഭാവമാണെന്ന് അറിയാം. പക്ഷെ എന്നാലും അങ്ങനെ അല്ലാതെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതൊരു ഭയങ്കര അടിപൊളി ഫീലിംഗ്. ഇതിന് ജഗദീഷ് ഏട്ടൻ ഞാൻ ഉപദേശിക്കാൻ ഒരു അവസരം നൽകുകയാണ്. ജഗദീഷ് കംഫി ബെഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, TV കണ്ടോണ്ട് ഭക്ഷണം കഴിക്കുന്നു. പറയേട്ടാ എന്താ അഭിപ്രായം? അല്ല, യഥാർത്ഥത്തിൽ ബെഡിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം TV കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ ബെഡിൽ എന്നൊക്കെ പറഞ്ഞാല് തീർച്ചയായിട്ടും അത് ചില സമയത്ത് ചെയ്തു പോകുന്നതാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അത് സുഖകരമായ മൊമെന്റ് ചോദിച്ചുകൊണ്ടാണ് തുറന്ന് പറഞ്ഞല്ലോ. തുറന്ന് പറഞ്ഞ അതിനെ അപ്രീഷിയേറ്റ്. അതെ, ഇനി എനിക്കിട്ട് കിട്ടാനുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് മാത്യുവിന് ഒരു പേരായിട്ട് അഭിനയിക്കാൻ ഏറ്റവും സുഖമുള്ള നടി ഏതാണ്? ഇത്ര നേരം ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിന് ചോദിക്കാനെന്ന് വെച്ചിരുന്നാൽ ഏതെങ്കിലും നടിയുമായിട്ടുള്ള അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാത്യുവിന്റെ കംഫർട്ട് എന്താണ് എന്ന് ചോദിക്കണം ആ നടിയുമായിട്ട്. അല്ലാതെ വേറെ നടിയായിട്ട് കമ്പയർ ചെയ്യണ്ട. അത് ശരി. ആ നടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു നടിയുടെ ചോദിച്ചിട്ട് എന്താണ് കംഫർട്ട് സോൺ, എന്താണ് ദേവികയുമായിട്ടുള്ള മാത്യുവിന്റെ കംഫർട്ട് സോൺ എന്താണ്? ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങളിപ്പോ സെറ്റിലാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് സീനുകളൊക്കെ ചെയ്തപ്പോ ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റി. ഞാൻ ഇപ്പം എന്റെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് ഇൻവൈറ്റിംഗ് ആണെങ്കിൽ ഞാൻ നല്ലോണം മിണ്ടും. അപ്പൊ ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യില്ല. ഐ ഫീൽ ലൈക്ക് അങ്ങനെ മിണ്ടുന്നോണ്ട് ഞാൻ റിയലൈസ് ചെയ്യൂല
ആ പേഴ്സൺ ഇൻട്രോവേർട്ടഡ് ആണോ അല്ലയോ എന്നൊക്കെ. കാരണം അവർ എന്നോടും മിണ്ടുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഓർക്കൂല ഇവര് വേറെ ആൾക്കാരോടൊന്നും ഇങ്ങനെ മിണ്ടൂല. സെയിം തിങ് ഹാപ്പൻ വിത്ത് മാത്യു ഓൾസോ. ഞാൻ മാത്യുവിന്റെ അടുത്ത് മിണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്കും മാത്യു ഇസ് ഓൾസോ ടോക്കിംഗ് ബാക്ക്. ഉള്ളിൽ കരയുന്നുണ്ട്. അതറിഞ്ഞൂടാ. അപ്പം ഞാൻ റിയലൈസ് ചെയ്യൂല അവര് വേറെ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ അത്രയും എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കൂല. സ്വന്തം അതിന്റെ മാത്രം ഒരു സിംഗിൾ ഇന്റർവ്യൂ എടുത്തു. ഞാൻ ഇഷായ്മ അത്രയൊക്കെ പൊന്നെ കേട്ടാ ഒറ്റ വാക്കിൽ ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ ചോദ്യം തീർന്നു പോയി. പിന്നെ നമുക്ക് ഏറ്റവും നിരാശ തോന്നുന്നത് വെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേ സീരിയസ്നെസ്സോടെ അല്ലെങ്കിൽ അത് ഇൻവോൾവ് ആയി അപ്പുറത്തിരിക്കുന്ന ആൾ കേട്ടില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ നിരാശ വരും. കാരണം അതിൽ നിന്നും അവരുടെ ശ്രദ്ധ അങ്ങ് പോകും. ഞാനൊരു പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകന്റെ അടുത്ത് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു കല്യാണത്തിന് പോയി അവിടെ പിന്നെ വേറെ ആൾക്കാർ വന്നു, സിനിമാ നടന്മാർ വന്നു. ആ കാര്യത്തിന് പിന്നെ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഈ ഡയറക്ടർ ചോദിക്കും, ഇന്ന് പായസം ഉണ്ടായിരുന്നോ? പുള്ളി ഞാൻ കല്യാണത്തിന് പോയ കാര്യമൊക്കെ വിട്ടു. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ബ്ലാങ്ക് ആയി പോയി. ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടും ഈ ഡയറക്ടർ വേറെ എന്തൊക്കെ ചിന്ത പോയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ നിന്ന് പായസമൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പായസം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. ജഗദീഷന്റെ മനസ്സിൽ കൂടെ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, പക്ഷേ ഒന്നും സംസാരിക്കണ്ടായിരുന്നു. അവര് വേറെ ചിന്തകളിലോട്ടൊക്കെ പോകും. നമ്മൾ ഒരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, അവര് വേറെ ചിന്തകളും കാര്യങ്ങളൊക്കെ പോകും. വേറെ ചിലരുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്നതിന്റെ അവര് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരും കളിയാക്കിയിട്ടില്ലല്ലേ, ചോദ്യകർത്താക്കളെ കളിയാക്കല്ല. ചോദ്യം ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. ഉത്തരം നേരെ കേൾക്കുക എന്നുള്ളതല്ല. ഒരു ക്യാരക്ടർ എനിക്ക് പരിചയമുണ്ട് റിയൽ ലൈഫിൽ. ഞാനിപ്പം മാത്യുവിന്റെ അടുത്ത് ചോദിക്കാം, മാത്യു ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടി പറയണം. മാത്യു ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഷർട്ട് എവിടുന്ന എടുത്തത്? ഇങ്ങനെ ആൾക്കാർ തുടങ്ങി. എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഇന്റർവ്യൂവിന് പോയപ്പോ അത് ന്യൂസ് ആയിരുന്നു. അപ്പൊ എനിക്കറിയാം ഈ അവതാരകന് ഇത് തിരക്കുണ്ട്, മോർണിംഗ് ന്യൂസാ. ഇവർക്ക് അടുത്ത ഒരു 2 മിനിറ്റ് സ്ലോട്ട് ഒക്കെ ഉള്ളൂ. അപ്പൊ ആ സ്ലോട്ടിൽ അവർക്ക് മാക്സിമം കാര്യം അറിയണം. അന്നാ അടുത്ത സാധനം നടക്കുന്ന ലൈവായിട്ട് റിപ്പോർട്ടും ചെയ്യണം. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു തീർക്കുമ്പോ കറക്റ്റ്. ഈ സിനിമയിലെ ഏറ്റവും എടുക്കാനുള്ള ഏറ്റവും സുഖം ഉണ്ടായിരുന്ന ഒരു സീൻ ഏതായിരുന്നു? ഈ പറഞ്ഞ പോലെ കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്നതിന്റെ അപ്പൊ എഴുതി വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിന്റെ മേളിൽ ഇവര് പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ഉണ്ടായ സന്തോഷം. അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ചേട്ടൻ ഇങ്ങനെ ഇപ്പൊ ഞാൻ ധീരന്റെ പ്രൊമോഷൻ എടുക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ചേട്ടന്റെ സമപ്രായക്കാരായ കുറെ ആൾക്കാരായിരുന്നു. ഇപ്പതാ നിൽക്കുന്ന എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഇതിൽ ഏത് ഒരു ജോണറിൽ വർക്ക് ചെയ്യാനാണ് ചേട്ടന് എളുപ്പം? ഞാൻ ഒരു പടത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നത് വിവരമുള്ളവരാണോ കൂടെ ചുറ്റുമുള്ളതെന്ന്. എങ്കിൽ ഞാൻ പടം സെലക്ട് ചെയ്യും. ഭാഗ്യവശാൽ നല്ല പടങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇപ്പൊ കോളേജ് പഠിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അധ്യാപകരുണ്ട്. ജഗദീഷ് ചേട്ടനൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജോലി ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്ന കാലഘട്ടം അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണ് ജഗദീഷ് ചേട്ടൻ മാനേജ് ചെയ്തത്? അല്ല, അവിടെ തീർച്ചയായിട്ടും എന്റെ വൈഫിന്റെ സപ്പോർട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ പറയുന്ന കോളേജിൽ നിന്നും വിട്ടിട്ട് ഇതേപോലെ അഭിനയത്തിലോട്ട് എടുത്ത് ചാടുമ്പോൾ എന്ത് സംഭവിക്കാം. ചിലപ്പം അത് കരിയർ ക്ലിക്ക് ആവുന്നില്ല എങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ പോയേക്കാം. അപ്പോൾ വൈഫ് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സാരമില്ല, എന്റെ വരുമാനം ഉണ്ടല്ലോ, നമുക്ക് ചേട്ടൻ റിസ്ക് എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അത് ഫുൾ സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ടാണ് എന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇതിലോട്ട് ആണ്. എന്നിട്ട് എത്ര കാലം കൊണ്ട് ചേട്ടൻ ഇത് സ്റ്റെബിലൈസ് ആണ്, ഇത് കരിയർ ആണ്? അത് ആദ്യത്തെ കുറച്ച് നാള് ഞാൻ ലീവും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. 84 സിനിമയിൽ വന്നിട്ട് ഒരു 87 വരെ അഭിനയവും ജോലിയും കൂടെ കൊണ്ടുപോയി. 87 കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തന്നെ ചെറിയൊരു വിശ്വാസം വന്നു. സാരമില്ല, കാരണം വെച്ചാൽ എനിക്കൊക്കെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങി, ഭേദപ്പെട്ട വരുമാനം കിട്ടി തുടങ്ങി. അതിനുശേഷം ഞാൻ പിന്നെ കോളേജിലോട്ട് പോയിട്ടില്ല. അപ്പൊ ടോട്ടലി പഠിപ്പിച്ച പീരീഡ് എത്രയെന്ന് വെച്ചാൽ ഒരു ലെസ് ദാൻ നിയർലി 7 ഇയേഴ്സ് പഠിപ്പിച്ചു, കോളേജിൽ പഠിപ്പിച്ചു. ബാക്കി പിന്നെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ അഭിനയത്തിലേക്ക് പോയ സമയത്ത് പഠിപ്പിക്കൽ എവിടെയെങ്കിലും മിസ് ചെയ്തിരുന്നോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് ചുമ്മാ പറയുന്നതാണ്. നമ്മളിപ്പോൾ ഞാൻ ആദ്യം ബാങ്കിൽ വർക്ക് ചെയ്തു, പിന്നെ കോളേജിലോട്ട്. അപ്പോൾ ബാങ്കിനെക്കാളും കോളേജ് നല്ല, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ബാങ്കും ജോലിയും എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അതിനുശേഷം കോളേജിൽ പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. സിനിമയിൽ വന്ന് രണ്ടുമായിട്ട് കമ്പാരിസൺ ഇല്ല. സിനിമയിലും ഒരു കമ്മ്യൂണിക്കേഷനാണ്,
കോളേജിൽ നമ്മൾ സിലബസ് അനുസരിച്ച് പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സിനിമയിലെ ക്യാരക്ടേഴ്സ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അത് ശരി. രണ്ടും ഇഷ്ടമുള്ള കാര്യമാണ്. വണ്ടർഫുൾ ആൻസർ. അല്ല, സിലബസ് തരുന്നത് ഡയറക്ടറാണ്. അരുൺലാലിനെ പോലുള്ള ഒരു സിലബസ് തരും. ഇതിനനുസരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചോണം കേട്ടോ. ഓക്കെ, റെഡി സാർ. ചേട്ടാ, ഇത്രയും സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ചേട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? എന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഇവരോടൊക്കെ ഉപദേശം കൊടുക്കാനുള്ള മണ്ടത്തരം ഞാൻ കാണിച്ചിട്ടുള്ളത് എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ എന്റെ ഉപദേശങ്ങൾ അവർക്ക് റിജക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ശരിയാണ് ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ നമ്മുടെ ഒരു ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലാകുമ്പോഴേക്കും ഒരു സോഷ്യൽ ഡ്രിങ്കിങ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നല്ല ശീലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടല്ലോ. അത്തരം ശീലങ്ങളിലേക്ക് ഒന്നും ചേട്ടൻ പോവാതിരിക്കാനുള്ള ആ ഒരു എല്ലാവരും അവരവരുടെ ലഹരി കണ്ടെത്തുക. നമ്മുടെ ജോലിയിൽ ലഹരി കണ്ടെത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ലഹരി ഒന്നും നമുക്ക് വേണ്ടി വരില്ല. എന്റെ പ്രൊഫഷൻ എനിക്ക് ലഹരിയാണ്. അതെനിക്ക് നല്ല ഇൻടോക്സിക്കേഷൻ തരുന്നുണ്ട്. എനിക്ക് അത് തന്നെയാണ്. അടുത്ത ക്യാരക്ടർ എന്താണ്, ആ സീൻ എന്താണ്, ഇന്നത്തെ വർക്ക് എന്താണ്, ആരുമായിട്ട് അഭിനയിക്കുന്നു, അതിനനുസരിച്ച് ഡയലോഗ് പഠിക്കുക, ഇമോട്ട് ചെയ്യുക, ആ ഷോട്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുക. അതിൽ തന്നെ എനിക്ക് ലഹരി കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോ അപ്പൊ വൈകുന്നേരം ഇതെല്ലാം ജോലി കഴിഞ്ഞാൽ എന്തായിരിക്കും ലഹരി? നാളെ ഈ സീനെ കുറിച്ച് ആലോചിക്കുക. അതൊരു ലഹരിയാണോ? പിന്നെ തീർച്ചയായിട്ടും ലഹരിയാണ്. ആ സീനെ കുറിച്ച് നല്ല സിനിമയുടെ ഭാഗമായ കഴിയാൻ നേരത്ത് ദിവസങ്ങൾ പറക്കും. ദിവസങ്ങൾ പറക്കും. ദിവസങ്ങൾ തീരുന്നൊന്നും അറിയില്ല നമ്മള്. വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ സർ ഭയങ്കര നോളജബിളാ. ലോകത്തുള്ള എന്തിനെ പറ്റി ചോദിച്ചാലും എന്തെങ്കിലും അറിവെന്ന് പറയുന്നത് നമ്മൾ അവരവരുടെ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ ശതമാനം അറിവേ നമുക്ക്. അത് ഞാൻ ഓവർ വിനയം കൊണ്ട് പറയല്ല. ലോകത്താർക്കും എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് എത്ര അറിയാൻ കഴിയും. അത് പിന്നെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ജയശേട്ടൻ പിന്നെ അറിയാത്ത കാര്യങ്ങൾ അതെ ചോദിച്ചു മനസ്സിലായി. അല്ലാണ്ട് ജയശേട്ടൻ സീനിയർ ആണ് അതുകൊണ്ട് ഞാൻ എല്ലാം അറിഞ്ഞിരിക്കണം പറഞ്ഞ് എനിക്കിത് അറിയാം അങ്ങനെ ഒപ്പിക്കൽ പരിപാടിയല്ല. ഇവര് ചില ഇംഗ്ലീഷ് സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും. അല്ല വെറുതെ കള്ളം പറഞ്ഞാ ഞാനും കണ്ടു, അത് വളരെ നന്നായിട്ടുണ്ട്. ഒരു കള്ളം പറഞ്ഞിട്ട് അവിടെ തന്നെ അവര് ചോദിക്കാൻ നേരത്ത് മറ്റേ ആ ക്യാരക്ടർ ഡെത്ത് എങ്ങനെ ഡെത്തോ ഉണ്ടായോ, അത് ആ പോസ്റ്ററൊക്കെ എനിക്ക് കറണ്ട് പോയി, ഇനി കാണാൻ പറ്റില്ല, അതൊന്നുകൂടെ കാണാം, ഡെത്തോ ഇല്ലേ. ഈ കള്ളമൊക്കെ പറയേണ്ട വല്ല കണ്ടില്ല. സത്യമായിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതാണ്. അപ്പൊ ഏതായാലും ഫെബ്രുവരി 13 സുഖമാണോ സുഖമാണോ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങൾ ചോദിക്കുന്നു സുഖമാണോ എന്ന്. അവര് സുഖമാണ് എന്ന് പറയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓ മൈ ഗോഡ്, വെരി ഗുഡ്. അപ്പൊ ഏതായാലും ഫെബ്രുവരി 13 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും സിനിമ പോയി കാണട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you.